നമസ്കാരം, ഞാൻ ഡോക്ടർ ജീന ബാബുരാജ്. പാപ്സ്മിയറിനെ കുറിച്ചുള്ള എൻ്റെ കഴിഞ്ഞ വീഡിയോ കണ്ടിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പാപ്സ്മിയറിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. പാപ്സ്മിയർ എടുത്തു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഒരാഴ്ച പിടിക്കും അതിൻ്റെ റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. പാപ്സ്മിയറിൻ്റെ റിസൾട്ട് ഒന്നുകിൽ സാറ്റിസ്ഫാക്ടറി അല്ലെങ്കിൽ അൺസാറ്റിസ്ഫാക്ടറി എന്ന് വരാം. അൺസാറ്റിസ്ഫാക്ടറി എന്നാണ് റിസൾട്ട് വരുന്നതെങ്കിൽ ഒരു 2 ആഴ്ച കഴിഞ്ഞ് 1 മാസത്തിനുള്ളിൽ വീണ്ടും പാപ്സ്മിയർ ടെസ്റ്റ് റിപ്പീറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ റിപ്പീറ്റ് ചെയ്യുമ്പോഴും അൺസാറ്റിസ്ഫാക്ടറി എന്ന് തന്നെയാണ് റിസൾട്ട് വരുന്നതെങ്കിൽ നിങ്ങൾ തുടർ ടെസ്റ്റായ കോൾപോസ്കോപ്പി ടെസ്റ്റ് ചെയ്തിട്ട് എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് ഗർഭാശയ മുഖത്തുണ്ടോ എന്ന് നോക്കേണ്ടത് അത്യാവശ്യമാണ്. പാപ്സ്മിയർ എന്ന് പറയുന്നത് ഒരു സ്ക്രീനിങ് ടെസ്റ്റാണ്. കോൾപോസ്കോപ്പി എന്നുള്ളത് ഒരു ഡയഗ്നോസ്റ്റിക് ടെസ്റ്റാണ്. പാപ്സ്മിയർ ടെസ്റ്റിന് അബ്നോർമാലിറ്റി കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ചെയ്ത് നോക്കേണ്ടത് കോൾപോസ്കോപ്പി ടെസ്റ്റാണ്. കോൾപോസ്കോപ്പി വിത്ത് ഡയറക്റ്റഡ് ബയോപ്സി ആണ് നമുക്ക് ഗർഭാശയമുഖ അർബുദത്തിൻ്റെ മുന്നോടിയായിട്ടുള്ള കോശവ്യതിയാനങ്ങളായ CIN ഉണ്ടോ എന്ന് നോക്കുന്നതിനുള്ള ഗോൾഡ് സ്റ്റാൻഡേർഡ് ടെസ്റ്റ്. ഇനി അടുത്ത ഒരു റിസൾട്ട് സാധാരണഗതിയിൽ കാണുന്നത് ഇൻഫ്ലമേറ്ററി സ്മിയർ എന്നുള്ളതാണ്. ഈ ഇൻഫ്ലമേറ്ററി സ്മിയർ ആണ് റിസൾട്ട് വരുന്നതെങ്കിൽ അത് ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് അവരുടെ തന്നെ ട്രീറ്റ്മെൻറ്റ് എടുത്തതിന് ശേഷം പലതരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകളുണ്ട്. ഗുളികകൾ കഴിക്കാൻ തരാം, അല്ലെങ്കിൽ വജൈനൽ വെസറൈസ് വെക്കാൻ തരാം. അപ്പം അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്തതിന് ശേഷം വീണ്ടും ഒരു 6 ആഴ്ചയ്ക്കുള്ളിൽ ഈ പാപ്സ്മിയർ ടെസ്റ്റ് റിപ്പീറ്റ് ചെയ്ത് നോക്കേണ്ടതാണ്. അങ്ങനെ റിപ്പീറ്റ് ചെയ്യുമ്പോഴും ഇൻഫ്ലമേറ്ററി സ്മിയർ എന്ന് തന്നെയാണ് റിസൾട്ട് വരുന്നതെങ്കിൽ നിങ്ങൾ എന്തായാലും കോൾപോസ്കോപ്പി ടെസ്റ്റ് ചെയ്ത് എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് ഉണ്ടോ എന്ന് നോക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനി പാപ്സ്മിയർ ടെസ്റ്റിനെ കുറിച്ചുള്ള അടുത്ത കാര്യങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.